അടുത്ത കാലത്ത് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായ വിവാഹമായിരുന്നു നാഗചൈതന്യയുടെയും ശോഭിത ധൂലിപാലയുടേതും. കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലാണ് താരങ്ങൾ വിവാഹിതരായത്. കുറച്ച് വർഷങ്ങളായി ഇരുവരും പ്രണയത്തിലായിരുന്നു. മാധ്യമങ്ങളിൽ ഇക്കാര്യം ചർച്ചയാവാതിരിക്കാൻ ഇരുവരും ശ്രമിച്ചിരുന്നു. എന്നാൽ ഒരുമിച്ചുള്ള ചില ഫോട്ടോകൾ പുറത്തു വന്നതോടെ ഇരുവരും തമ്മിൽ അടുപ്പത്തിലാണെന്ന സംസാരം സോഷ്യൽ മീഡിയയിലുണ്ടായി. ആദ്യ വിവാഹബന്ധം പിരിഞ്ഞ് അധികം വൈകാതെ ശോഭിതയുമായി നാഗചൈതന്യ അടുപ്പത്തിലായി. നടി സാമന്തയാണ് നാഗചൈതന്യയുടെ ആദ്യ ഭാര്യ. സോഷ്യൽ മീഡിയയിലൂടെയാണ് ശോഭിതയും നാഗചൈതന്യയും സൗഹൃദം തുടങ്ങുന്നത്. ഈ സൗഹൃദം വൈകാതെ പ്രണയത്തിലെത്തി. കഴിഞ്ഞ ദിവസങ്ങളിലായി താരദമ്പതികളെക്കുറിച്ച് ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ശോഭിത ധൂലിപാല ഗർഭിണിയാണെന്നാണ് അഭ്യൂഹം. ആദ്യത്തെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് താരദമ്പതികളെന്ന ഗോസിപ്പുകളുണ്ട്. എന്നാൽ താരകുടുംബം ഇതേക്കുറിച്ച് പ്രതികരിച്ചില്ല. എന്നാൽ താരകുടുംബത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ ഈ വാർത്ത നിഷേധിക്കുന്നു. ശോഭിത ഗർഭിണിയല്ലെന്നാണ് ഇവർ പറയുന്നത്. വിവാഹിതനായി ഭാര്യയും മക്കളുമായി ജീവിക്കാനാണ് ആഗ്രഹമെന്ന് നാഗചൈതന്യ നേരത്തെ പറഞ്ഞതാണ്. അമ്മയാകുകയെന്നത് തൻ്റെ വലിയ ആഗ്രഹമാണെന്ന് ശോഭിതയും പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ഇഷ്ടപ്പെടുന്നവരാണ് ശോഭിതയും നാഗചൈതന്യയും. ഒരുമിച്ചുള്ള ഫോട്ടോകൾ പോലും അപൂർവമായി കാണാറുള്ളൂ. വിവാഹത്തിന് ശേഷം ശോഭിതയ്ക്ക് നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണമാണ്. സാമന്തയുടെ ആരാധകരായിരുന്നു വിമർശിച്ചവരിൽ കൂടുതലും. ശോഭിത നാഗചൈതന്യ ബന്ധമാണ് സാമന്തയുടെ ജീവിതം തകർത്തതെന്ന് ഇവർ വാദിച്ചു. എന്നാൽ സത്യാവസ്ഥ അതായിരുന്നില്ല. സാമന്തയുമായി പിരിഞ്ഞ ശേഷമാണ് നാഗചൈതന്യ ശോഭിതയുമായി അടുക്കുന്നത്. എന്നാൽ ഇതേക്കുറിച്ച് വിശദീകരണം നൽകാൻ ശോഭിത തയ്യാറായില്ല. സൈബർ ആക്രമണങ്ങളെ ശോഭിത പൂർണ്ണമായും അവഗണിച്ചു. മുൻ ഭാര്യ സാമന്തയെക്കുറിച്ചും നാഗചൈതന്യ അന്ന് സംസാരിച്ചു. വ്യക്തിപരമായ കാരണങ്ങളാൽ പിരിയാൻ ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ തന്നെ ക്രിമിനലിനെ പോലെയാണ് ചില ഫാൻസുകൾ കാണുന്നത്. ഞാൻ വീണ്ടും പ്രണയം കണ്ടെത്തി. വളരെ സന്തോഷവാനാണ്. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല ഇങ്ങനെയുണ്ടായത്. പിന്നെ എന്തിനാണ് തന്നെ കുറ്റവാളിയെപ്പോലെ കാണുന്നതെന്നും നാഗചൈതന്യ ചോദിച്ചു. വിവാഹമോചനത്തിന് ശേഷം താൻ മാനസികമായി തകർന്നിരുന്നെന്ന് സാമന്ത നേരത്തെ പറഞ്ഞിരുന്നു. വേർപിരിയലിന് ശേഷം മറ്റ് ചില പ്രതിസന്ധികളും സാമന്ത അഭിമുഖീകരിച്ചു. മയോസൈറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ബാധിച്ച സാമന്ത ഇപ്പോഴും ചികിത്സയിലാണ്. നടിയുടെ ജീവിതം മാറ്റിമറിച്ച വർഷങ്ങളാണ് കടന്നുപോയത്. സിത്താടൽ എന്ന സീരീസിലാണ് സാമന്ത ഒടുവിൽ പ്രേക്ഷകർ കണ്ടത്.